ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തേത് ഇഫ്താർ വ്ളോഗാണ്. അപ്പം ഞാനും നോമ്പെല്ലാം എടുത്തിട്ടാണ് നോമ്പ് തുറന്നത്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. നവൈതു സൗമാദിൻ സൗമാദിൻ അൻ അദായി അൻ അദായി ഫർള റമദാനി ഫർള റമദാനി ആദി സനത്തി ലില്ലാഹി തആല ഈ വർഷത്തെ ഫർള റമദാനിലെ കളിയാക്കല്ലേ. നാളത്തെ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. എല്ലാ നോമ്പിനും ഒരു 1-2 നോമ്പൊക്കെ എടുക്കാറുണ്ടെങ്കിലും നീയത്തൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ്. രാത്രിയിലേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് രാവിലെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ അവൾ അത്താഴം കഴിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷേ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, കുറച്ച് വെള്ളം കുടിച്ച് കിടന്നുറങ്ങി. രാവിലെ എക്സാം ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പം നോമ്പെടുത്ത് നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, ഉച്ചവരെയുള്ളെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് കുറച്ച് ചൂടും കുറവുണ്ട്, അതുകൊണ്ട് എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇനി കുറച്ച് പണികളുണ്ട്. നോമ്പ് പറഞ്ഞിട്ട് സെറ്റാക്കണം. കുറച്ച് ഡെക്കറേഷനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തപ്പി ഒരു നടത്തത്തിന് പോകണം. അത്രയൊക്കെ തന്നെ. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. സോ ഗൈസ്, അപ്പം ഞങ്ങളിവിടെ പോന്നു ബിയർ ബോട്ടിൽ തപ്പാൻ. ബിയർ ബോട്ടിൽ മാത്രം. അപ്പൊ ഞങ്ങൾക്ക് ബിയർ ബോട്ടിൽ തപ്പാൻ പോവാ. ബിയർ ബോട്ടിലാണ് തപ്പണം, ബിയർ അല്ല കാലിയായ ബിയർ ബോട്ടിൽ, ഐ മീൻ അത്. സോ ലെറ്റ്സ് ഗോ. സോ എൻ്റെ മനസ്സിൽ ഓൾറെഡി കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ സെൻട്രൽ ലൈബ്രറിയിൽ എത്തിന്നിട്ടും സാധനം കിട്ടിയില്ല. വേണ്ടതെന്താ, അത്രയും വിലപ്പെട്ട ഒരു സാധനം. സ്വിച്ച് വെക്കാതെ ദൂരെ വീഡിയോ എടുത്ത് എല്ലായിടത്തില്ലേ ക്യാമറയോട് ആലോചിച്ച് സേവ് ചെയ്തോളാൻ പറയാം. സ്വിച്ച് വെക്കാൻ ചെറുതായിട്ട് ഫൈനലി വി ഗോട്ട് ദ ബിയർ ബോട്ടിൽ. അവിടെ ഒന്നുകൂടെ ഉണ്ട്. കിട്ടി. ഞാൻ ഈ വഴി കൂടെ വരാന്ന് പറഞ്ഞ എത്ര നന്നായി. വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയാലോ അവൾക്ക്. ആക്രിക്കടക്കാർ പോലും ഇങ്ങനെ തരും. അങ്ങനെ ആവശ്യമുള്ള ചെടിയും പുല്ലും എല്ലാം പറിച്ച് ബിയർ ബോട്ടിലൊക്കെ എടുത്ത് ഹോസ്റ്റലിലെത്തി. ഇനി വേറൊരു പുല്ല് പറക്കാനായിട്ട് ഓടുന്ന കാഴ്ചയാണ്. ഈ പോക്കാണെങ്കിൽ ശരീരം നോക്കുമ്പോൾ വൈകുന്നേരം ക്ഷീണത്തിനാവും. അമ്മാതിരി ഓട്ടാണ് ഓടുന്നത്. കാണാം. അതിനെ ഞങ്ങളെടുത്ത സാധനം നോക്കാൻ നല്ല രസമുണ്ട്. അടുത്തതായി മാംഗോ ഓർച്ചാർഡ്. രാത്രിയൊക്കെയുള്ള മാങ്ങയായി. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ ആ കുപ്പികളൊക്കെ കഴുകി ഒന്ന് നീറ്റാക്കുക. പിന്നെ പറിച്ചുകൊണ്ട് വന്ന പ്ലാന്റ്സും പുല്ലും അതും ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. സോ ഗൈസ്, നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഓൾ സെറ്റ്. വാങ്ങി അങ്ങനെ ഹോസ്റ്റലിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഞങ്ങൾ പോയി. എന്തിന്? ലൈറ്റ് വാങ്ങാൻ. കുറച്ച് ഡെക്കറേഷൻ കൂടെ ബാക്കിയുണ്ടല്ലോ. സോ ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി. നിഹാലാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ഇനി കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ കാണാം.
സന്തോഷം കൊണ്ട് എല്ലാവരും ഇവിടെ ഇവിടുത്തെ കഴിഞ്ഞോ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കാണ്. ഫുൾ ഡെഡിക്കേഷൻ. ആരതി അത്ര ഡെഡിക്കേഷൻ വേണ്ട. നമുക്ക് അവിടെ അങ്ങനെ എല്ലാം സെറ്റായി. ലാസ്റ്റായിട്ട് ഞങ്ങൾ പ്ലേറ്റ് ചെയ്യാണ് എല്ലാവരും കൂടെ. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായി വന്ന് എല്ലാ രീതിക്കും എല്ലാം സെറ്റായി വന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. അതെൻ്റെ ഫേസിൽ തന്നെ വിസിബിളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സന്തോഷം തോന്നി. ഞങ്ങൾക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. ഒരു വൈകുന്നേരം ഞങ്ങളെ ബാച്ചിലെ ഹോസ്റ്റലിലുള്ള എല്ലാ ഗേൾസും കൂടെ നോമ്പ് തുറക്കുക. അപ്പം ലോ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല ഹാപ്പിയായി, നന്നായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാതെ. അങ്ങനെ ഫൈനലി എല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരികളായിട്ട് വന്നിരിക്കുകയാണ്. സോ ഗൈസ് ഫൈനലി എല്ലാം സെറ്റായി. കണ്ടോ ഇനി ബാങ്ക് കൊടുക്കേണ്ട താമസം മാത്രം. ഫുൾ സെറ്റ് ഹാപ്പി. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഈ വർഷത്തെ ഫസ്റ്റ് നോമ്പ് തുറയാണ് എല്ലാവരോടും ഒന്നിച്ചുള്ള. ആൻഡ് അത് നല്ല അടിപൊളിയായിട്ട് വന്നു. സോ ഗൈസ് നമുക്ക് നോമ്പ് തുറക്കാം. നോമ്പറത്ത് വയസ്സ് സർബത്ത് സൂപ്പർ ഇതാണ് ഗൈസ്. ആൻഡ് ദിസ് ഇസ് മയേഷ. അവളാണ് എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്ന ഒരാൾ. ആൻഡ് ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് തറയിലുണ്ടായിരുന്ന സാധനങ്ങൾ. പിന്നെ മൊഹബത്ത് കാ സർബത്തും എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഞാൻ ഓരോ സാധനം കഴിച്ചത് കുറച്ച് സമയം ഗ്യാപ്പ് എടുത്തിട്ടായിരുന്നു. കാരണം ആ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായ പോലെയായിരുന്നു. നോമ്പെടുത്തിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ബാക്കിൽ സ്കൈ കാണാൻ പറ്റുന്നുണ്ടോ? സൺസെറ്റിൻ്റെ സമയത്തുള്ള ആ ഗോൾഡൻ ഹവർ. സർബത്ത് വേണ്ട, കുറച്ച് മഹബത്ത് വരുമോ? ചിക്കൻ കട്ട്ലേറ്റ് കണ്ടു. ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഡയറ്റില ഇഷ്ടപ്പെട്ട്. പിന്നെ ലേറ്റ് വന്നതൊന്നും പറയാല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വൈബ് ചെയ്തിരിക്കുകയാണ്. പാട്ടൊക്കെ വെച്ച് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് അത് കേൾപ്പിക്കാൻ പറ്റാത്തത്. നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. ഞാനും നല്ല ഹാപ്പിയാണ് ഗൈസ്. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് ശരിക്കും നിറഞ്ഞൊരു ദിവസമാണ്. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അയ്യോ യൂട്യൂബിൽ വരുമല്ലോ എന്നുള്ള. അങ്ങനെ പാട്ട് പാടി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി കൂട്ടത്തിൽ ഉള്ളവരുടെ ഓരോ കഴിവുകൾ, കലാപരമായ കഴിവുകളൊക്കെ ആസ്വദിച്ച് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം ക്ലാസ് റെപ്പ് അനാമിക. അവൾ പാട്ട് എൻജോയുടെ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ ബാച്ചിൽ ഇത്രയും പേര് ഒന്നിച്ച് എപ്പോഴെങ്കിലൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. ആ സമയം നല്ല ഹാപ്പി ആൻഡ് എൻജോയ് ചെയ്യുന്ന ടൈമായിരിക്കും. ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ നിറയെ ഞങ്ങളുടെ ബാച്ചാണ്. അപ്പോൾ ഈ ഫ്ലോറിലുള്ള ഈ ബാൽക്കണി അല്ലെങ്കിൽ ടെറസ്
അത് ഞങ്ങളുടെ ഒരു ഏരിയ പോലെയാണ്. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് എല്ലാവരും ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്താണെങ്കിലും സംസാരിച്ചിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും കളിക്കുകയാണെങ്കിലും ഒക്കെ ഈ ടെറസിൽ വന്നിട്ടാണ്. പിന്നെ എൻ്റെ തംബ്നെയിലിൽ കൊടുത്ത പോലെ മറ്റ് സംസ്ഥാനത്തുള്ള ആൾക്കാർ എങ്ങനെ കേരളത്തെ പോർട്രേറ്റ് ചെയ്യാൻ നോക്കിയാലും ഇങ്ങനെയാണ് കേരളം. ഇവിടെ പല ജാതിയും പല മതവും എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും എല്ലാം ഒന്നിച്ച് ആഘോഷിക്കും, എല്ലാം ഒന്നിച്ച് തരണം ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള എല്ലാ ഫ്രീഡം. ആൻഡ് ദിസ് ഇസ് ദ റിയൽ കേരള സ്റ്റോറി. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്ളോഗാണിത്. സോ ഇതുവരെ നോമ്പെടുക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് എടുത്തു നോക്കുക. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് ഫാമിലിയോ ഫ്രണ്ട്സോ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്ന് എൻജോയ് ചെയ്യുക. Hope you all enjoyed this vlog. If you like this video, please like, share, comment and finally subscribe to my channel. See you all on the next video. Till then, bye.